ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂര്യ സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 75ാമത് ജന്മദിനമാണ്. അദ്ദേഹത്തിന് ആദ്യം തന്നെ ഒരു ജന്മദിന ആശംസകൾ നേരുകയാണ്. സാർ, ഏതായാലും നമുക്ക് മാർക്കറ്റിലോട്ടൊന്ന് പോകാം. ഇന്ന് നമ്മൾ മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 25,308 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. 69 പോയിൻറ്റിൻ്റെ നേട്ടം, അതായത് 0.27% നേട്ടമാണ് ഇന്ന് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു നേട്ടമെന്ന് പറയുന്നത് നിലവിൽ നമുക്ക് കാണുന്നത് 113 പോയിൻറ്റിൻ്റെ നേട്ടം രേഖപ്പെടുത്താൻ ഇന്ന് മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിക്കും സാധിക്കുന്നുണ്ട്. ഇന്ന് നിഫ്റ്റി 50യിലോട്ട് വരുമ്പോൾ 25,276 എന്നൊരു നിലയിലായിരുന്നു ഇന്നത്തെ വ്യാപാരം തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് NSEയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി നോക്കാം. നിലവിലത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ 2,592 ഓഹരികളിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡിംഗ് തുടരുന്നത്. അതിൽ 1,990 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 531 ഓഹരികളാണ് ഇപ്പോൾ ഡിക്ലൈനായിട്ട് ട്രേഡ് ചെയ്യുന്നത്. 71 ഓഹരികൾ അൺചേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ട്രേഡിംഗുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ 52 വീക്ക് നോക്കുമ്പോൾ 54 ഓഹരികളാണ് 52 വീക്ക് ഹൈ ടച്ച് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്കിൽ നോക്കുമ്പോൾ 9 ഓഹരികൾ, അപ്പർ സർക്യൂട്ടിൽ 50 ഓഹരികൾ, ലോവർ സർക്യൂട്ടിൽ 8 ഓഹരികൾ എന്ന രീതിയിലുമാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റ് ഇൻഡേഴ്സുകളുടെ പെർഫോമൻസുകൾ കൂടി നോക്കാം. ബ്രോഡർ മാർക്കറ്റിലോട്ട് വരുമ്പോൾ എല്ലാ ഇൻഡേഴ്സുകളൊക്കെ ഇപ്പോൾ നിലവിൽ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് തുടരുന്നത്. മിഡ് ക്യാപ്പിൽ 0.25% നേട്ടമാണ് കാണുന്നത്. സ്മോൾ ക്യാപ്പിൽ എന്നാൽ 0.5% മുകളിലേക്കൊക്കെയുള്ള ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി, നെക്സ്റ്റ് 50, നിഫ്റ്റി 100 തുടങ്ങിയ സൂചികളൊക്കെ തന്നെ നേട്ടമാണ് ഇന്ന് മാർക്കറ്റിൽ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്ടറിലോട്ട് വരുമ്പോൾ ഇന്ന് ഓട്ടോ, IT, മീഡിയ, FMCG, റിയൽറ്റി തുടങ്ങിയ സൂചികയൊക്കെ തന്നെ നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കാര്യം വലിയ രീതിയിലുള്ള മുന്നേറ്റമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എല്ലാ സൂചികകളൊക്കെ തന്നെ 1% താഴെയുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഇൻഡെക്സ് നോക്കുമ്പോൾ കാണുന്നത്. മെറ്റൽ, ഫാർമയാണ് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുമ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് മാർക്കറ്റിലെ മറ്റ് ന്യൂസുകളിലോട്ട് കൂടി പോകാം. ഏതായാലും നമുക്കിനി ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലെ നടന്ന ചർച്ചയെ പറ്റിയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഏതായാലും ഇനിയും ചർച്ചകൾ ഇന്ത്യ വ്യാപാര ചർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം അറിയാൻ സാധിച്ചത് ഓൺലൈനായി ഇനി കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അമേരിക്കൻ അസിസ്റ്റന്റ് വാണിജ്യ പ്രതിനിധി ബ്രെൻഡൻ ലിഞ്ച് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയവുമായി നടത്തിയ ചർച്ച ഏകദേശം 6 മണിക്കൂറോളം നീണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫലപ്രദമായ പല കാര്യങ്ങളും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോഴൊരു അഭിപ്രായം മാർക്കറ്റിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ അല്ലെങ്കിൽ അത് എന്തൊക്കെയാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എന്തായാലും മാർക്കറ്റിലോട്ട് അതൊരു ന്യൂസായിട്ട് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് US ചൈന വ്യാപാര ചർച്ചകൾ വീണ്ടും തുടരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നവംബറിൽ കരാർ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വെള്ളിയാഴ്ച അമേരിക്കൻ പ്രസിഡൻറ്റും കൂടാതെ ചൈനീസ് പ്രസിഡൻറ്റുമായുള്ള ചർച്ചകളൊക്കെ നടക്കാനിരിക്കുകയാണ്. ഏതായാലും സാർ, ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് ഇന്നലത്തെ ചർച്ചയുടെ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്ത്യ US വ്യാപാര ചർച്ച ഡൽഹിയിൽ നടന്നതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. മാത്രമല്ല, ഇന്ന് വൈകുന്നേരം നമുക്ക് ഫെഡിൻ്റെ ഒരു റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കൂടി ലഭിക്കുന്നതാണ്. സാർ, എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിലെ വാർത്തകളായിട്ട് സാറിന് ഷെയർ ചെയ്യാനുള്ളത്? വിഷ്ണു പറഞ്ഞത് തന്നെയാണ് കാര്യം. അതായത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് കോഷ്യസ് ഓപ്റ്റിമിസം മാറി ഓപ്റ്റിമിസം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിലേക്ക് നമ്മളൊരു മൈഫിൻ്റെ റിസർച്ച് ഡെസ്ക് തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തത് തന്നെ. അതിൽ തന്നെ നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഈ ടാരിഫ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ മാത്രമേ നമ്മുടെ മുന്നിൽ പ്രശ്നമായിട്ടുള്ളൂ. ശരിക്കും 2 ഇഷ്യൂസാണ്. ഒന്ന്, ടാരിഫ് എന്ന് പറയുന്ന US ആയിട്ടുള്ള ട്രേഡ് ഡീലിൽ വന്ന ആ തടസ്സം ഒന്ന്. രണ്ടാമത്, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള പ്രോബ്ലം ആയിട്ടുള്ള ഓവർ വാല്യൂഷൻ. ഈ 2 കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ മുന്നിൽ ഒരു ക്ലൗഡായിട്ട് നിന്നെന്നുള്ളത്. ബട്ട് ഈ പറയുന്ന പോലെ ടാരിഫിൻ്റെ മറകളൊക്കെ നീങ്ങി ഈ ഓവർ വാല്യൂഷൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു നിഫ്റ്റിയുടെ ലെവലിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സിലോ സെക്ടേഴ്സിലോ ഓവർ വാല്യൂഷൻ ഉണ്ടെങ്കിൽ പോലും there are pockets of value. പല സ്ഥലത്തും അതിനകത്ത് വാല്യൂ ഉണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ക്രൂഷ്യലായിട്ട് നിൽക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ടാരിഫിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു എൻകറേജിങ് ടോക്കാണ് ഇന്നലെ US റെപ്രസെൻറ്റേറ്റീവും ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവും തമ്മിൽ നടന്നത്. ഏതാണ്ട് 6 മണിക്കൂർ തൊട്ട് വിഷ്ണു പറഞ്ഞ് ശരിയാണ് 6 തൊട്ട് 7 മണിക്കൂർ വരെ ചർച്ച പോയി എന്നുള്ളത്. അതായത് വളരെ ഡീപ്പായിട്ട് ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് മിസ്റ്റർ ബ്രണ്ടൻ ലിഞ്ച് അല്ലേ, അസിസ്റ്റന്റ് USTR ഫോർ സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യയും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് രാജേഷ് അഗർവാലും ചേർന്നാണ് സംസാരം നടന്നതെന്നുള്ളതാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ് അത് ആ മീറ്റിങ്ങിൽ ഉയർന്നു വന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രസ് റിലീസുകളൊക്കെ മനസ്സിലാക്കുന്നത്. അതായത് എൻഡഡ് ഓൺ ആൻ ഓപ്റ്റിമിസ്റ്റിക് നോട്ട് എന്നാണ് പറയുന്നത്. എന്നാലും ചെറിയ
ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊന്ന് കാലിബ്രേറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ വിർച്വലായിട്ട് വീഡിയോ കോൺഫറൻസിങ് വഴി മീറ്റിംഗ് തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കൊരു ഒക്ടോബർ നവംബറോട് കൂടി ഒരു ഡീലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞു വെക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഡിപ്ലോമാറ്റിക് ലെവലിലും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. അതുമാത്രമല്ല, നമ്മളിപ്പോൾ യു എസിലെ പല ആൾക്കാരുടെ കമൻസും, അതായത് പല ഡിപ്ലോമാറ്റ്സ്, ഇപ്പോൾ സ്കോട്ട് ബെസൻ്റ് ആയാലും ശരി, അല്ലെങ്കിൽ JD വാൻസ് ആയാലും ശരി, പീറ്റർ നവാറോ ആണെങ്കിലും ശരി, ലുട്നിക് ആണെങ്കിലും ശരി, ഇവരുടെ വാക്കുകളൊക്കെ താൽക്കാലികമായിട്ട് ഒന്നൊരു ശമനം വന്നേക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോയിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് കൺട്രീസും കമ്മിറ്റഡ് ആണ്. അതായത് വാക്കുകൾ പ്രവൃത്തികളൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് എന്തായാലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു നല്ല പാർട്ട്ണറാണ് എന്നുള്ളതും, ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റിൽ ഇന്ത്യയെ കൂടെ നിർത്തണമെന്നും അമേരിക്കയുടെ ഇന്നൊരു ലേറ്റ് റിയലൈസേഷൻ ഉണ്ടായിരിക്കുന്നു. അത് പ്രസിഡന്റിൻ്റെ അവിടുന്ന് തന്നെയാണ് തുടങ്ങിയത്. അത് മറ്റുള്ളവരെല്ലാവരും എക്കോ ചെയ്യുന്നു. ഈ ട്രേഡ് ടോക്ക് നെഗോസിയേഷൻസിന് വേണ്ടിയിട്ടുള്ളൊരു എൻവയറൺമെൻറ്റും, ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നടന്നത് ഒരു ഡയറക്റ്റ് ട്രേഡ് ടോക്ക് അല്ല, ട്രേഡ് ടോക്കിന് മുമ്പായിട്ടുള്ളൊരു മീറ്റിംഗ് ബിഫോർ എ മീറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ട്രേഡ് ടോക്ക് അനുകൂലമായിട്ട് പോകാനായിട്ടുള്ള അതിനൊരു പ്രീകർസർ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഇന്നലെ നടന്നത്. അപ്പോൾ ഇതെല്ലാം പോയിന്റ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഒരു പോസിറ്റീവ് കൺക്ലൂഷനിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് തന്നെ ഒരു പക്ഷേ മാർക്കറ്റ് ആ ക്യൂ തന്നെ എടുത്തിട്ടാണെന്ന് തോന്നുന്നു 2 month ഹൈയിലാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതെന്നുള്ളത്. അപ്പം മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള. അപ്പം നമ്മൾ എന്ന് മുതലാണോ കോഷ്യസ് ഒപ്റ്റിമിസം മാറി ഓപ്റ്റിമിസം ആയത്, ഏതാണ്ട് അതേപോലെ തന്നെ ആ സ്ക്രിപ്റ്റും ആ പ്ലേ ബുക്കും അതേപോലെ തന്നെ പ്ലേ ചെയ്ത് പോയി എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ടു ആഡ് ടു ദിസ്, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചുകൂടി ഒരു ഓപ്റ്റിമിസം തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിൻ്റെ 75th ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 17th എന്ന് പറയുന്ന ഡേറ്റ്. അതിന് നമ്മുടെ പ്രസിഡന്റ് ട്രംപ് വിഷ് ചെയ്യുകയും ആ വിഷിങ്ങിന് ഒരു എന്താ പറയുക വാമായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ റെസ്പോണ്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്ന മെസ്സേജസ് സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി പൊതുവേ നമ്മളെല്ലാവരും, അതായത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ദ എൻഡ് ഈസ് നിയർ, there is light at the end of the tunnel. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് എക്കണോമിക് കണ്ടീഷൻസ് എല്ലാം ഫേവറബിളും ഒരു കൺസംഷൻ ബൂമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫൗണ്ടേഷനും നിലനിൽക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിലനിന്നിരുന്ന ഒരു ക്ലൗഡ് ആയിരുന്നു ഈ ടാരിഫ് എന്നുള്ള രീതിയിൽ. ആ ടാരിഫിൻ്റെ കാര്യങ്ങളിലേക്ക് ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാരണത്താലായിരിക്കാം 2 month ഹൈയിൽ മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തും ഇന്നും ഒരു പോസിറ്റീവ് ബയസോടുകൂടി മാർക്കറ്റ് മുന്നോട്ട് പോകണമെന്നുള്ള. നമുക്കിനിപ്പോൾ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അഹെഡ് ഓഫ് ക്രൂഷ്യൽ ഫെഡ് മീറ്റിംഗ്, അതായത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ടൈം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഏതാണ്ട് വെളുപ്പാങ്കാലം ആകുമ്പോഴത്തേക്കും ഇന്ന് FOMC മീറ്റിങ്ങിൻ്റെ ഔട്ട്കം വരും. ആ ഔട്ട്കമ്മിന് മുന്നോടിയായിട്ടാണെന്ന് തോന്നുന്നു US മാർക്കറ്റ് ഒന്ന് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തതെന്നുള്ള. ഇപ്പോൾ ഡൗ ജോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 0.27% ഡൗൺ ആയിരുന്നു, നാസ്ഡാക്ക് 0.07% ഡൗൺ ആയിരുന്നു, S&P 500 0.013% ഡൗൺ ആയിരിക്കുന്നു എന്നുള്ള. അപ്പോൾ എല്ലാ കണ്ണുകളും ഇപ്പോൾ ഗ്ലോബലിലും, അമേരിക്ക മാത്രമല്ല ഗ്ലോബൽ എക്കണോമി എല്ലാം നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ US ഫെഡ് പോളിസി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, US മാർക്കറ്റ് 25 ബേസിസ് പോയിൻറ്റ്സ് കട്ടിന് ഡിസ്കൗണ്ട് ചെയ്തു. അതായത് 25 ബേസിസ് പോയിൻറ്റ്സ് കട്ട് വരും എന്നുള്ള ആ ഒരു എന്താ പറയുക എക്സ്പെക്റ്റേഷനിലാണ് മാർക്കറ്റ് ഇന്നത്തെ പ്രൈസിലും വാല്യുവേഷനിലും ട്രേഡ് ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ കട്ട് വന്നില്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ പോകും? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇനി 25 ബേസിസ് കട്ട് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിരിക്കുകയാണല്ലോ, ഇനി അങ്ങോട്ട് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ, ഇനി 25ക്ക് പകരം 50 ബേസിസ് പോയിൻറ്റ്സ് ആണോ കട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ബാങ്ക് ഓഫ് അമേരിക്ക ആണെങ്കിലും റോയിറ്റേഴ്സ് ആണെങ്കിലും വേൾഡിലെ എക്കണോമിസ്റ്റുകൾ, എസ്പെഷ്യലി US എക്കണോമിക്സിനെയൊക്കെ സർവേ ചെയ്യുമ്പോൾ ഏതാണ്ട് 96% ആൾക്കാരും പറയുന്നത് 25 ബേസിസ് പോയിൻറ്റ്സ് കട്ടാവുന്നത്. എന്നാൽ ഒരു 4% ആൾക്കാർ പറയുന്നത് 50 ബേസിസ് പോയിൻറ്റ്സ് വരെ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഏതായാലും കൺസെൻസസ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ എല്ലാവരും കട്ടാണ് പറയുന്നത്. പക്ഷേ 4% ആൾക്കാർ 50 ബേസിസ് പോയിൻറ്റ്സ് കട്ട് ചെയ്യുന്നു. 50 ബേസിസ് പോയിൻറ്റ്സ് കട്ടാണെങ്കിൽ അതൊരു വലിയ സർപ്രൈസാണ്. അങ്ങനെയാണെങ്കിൽ US മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യും? അവിടെ US മാർക്കറ്റ് പെർഫോം ചെയ്യണമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം വെച്ചാൽ ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ FIIs സെല്ലേഴ്സാണ്. ഇനിയിപ്പോൾ 25 ബേസിസ് പോയിൻറ്റ്സ് കട്ട് ചെയ്ത US മാർക്കറ്റാണ് അവിടെ നിൽക്കുന്നത്. 25 ബേസിസ് പോയിൻറ്റ്സ് ആണ് FOMC മീറ്റിങ്ങിൽ കട്ട് വരുന്നെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് പെരുമാറണമെന്ന് നോക്കുന്നുള്ള ഒരു വശമാണെങ്കിൽ പോലും മറ്റേ വശം ഇനി വാട്ട് ഇഫ് എ സർപ്രൈസ് കംസ് ഇൻ ലൈക്ക് 50 ബേസിസ് പോയിൻറ്റ്സ്, ഈ 50 ബേസിസ് പോയിൻറ്റ്സ് കട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വീണ്ടും FIIs സെല്ല് ചെയ്ത് US മാർക്കറ്റിലേക്ക് പോകും. കാര്യം US അലോക്കേഷൻ കൂടുമോ? കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാവുമ്പോൾ എന്താവും? കമ്പനികളുടെ ഏർണിങ്സിൽ ചേഞ്ച് വരും. കാര്യം
നമ്മൾ ബാങ്കിൽ നിന്ന് ഫെഡിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് US ബിസിനസ്സുകളും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ഔട്ട് ഗോ ഉണ്ട് അല്ലേ, മാസം തോറും അവർ അടയ്ക്കുന്ന ലോൺ ഔട്ട് ഗോ ഉണ്ട്. ആ ലോൺ ഔട്ട് ഗോണിന് വ്യത്യാസം വരികയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ചേഞ്ച് വരും. നെറ്റ് പ്രോഫിറ്റിന് ചേഞ്ച് വരുമ്പോൾ ഏർണിംഗ്സ് പെർ ഷെയറിന് മാറ്റം വരും. ഏർണിംഗ്സ് പെർ ഷെയറിന് മാറ്റം വരുമ്പോൾ ഒരു റീറേറ്റിംഗ്, ഒരു വാല്യുവേഷൻ റീറേറ്റിംഗ് സംഭവിക്കും. ആ വാല്യുവേഷൻ റീറേറ്റിംഗ് സംഭവിക്കുകയാണെങ്കിൽ ഗ്ലോബൽ മണി വീണ്ടും US സ്റ്റോക്കിലേക്ക് ചേസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 50 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്യോ 25 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്യോ എന്നുള്ളതാണ് അവിടെ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. വിഷ്ണു എന്തോ പറയാൻ വന്നു? അതായത് 50 ബേസിസ് പോയിന്റ് ആണ് ഇപ്പോൾ കൂടുതലെങ്കിൽ ചിലപ്പോൾ FI കൂടുതൽ അങ്ങോട്ട് പോകാനുള്ള ഒരു സാധ്യത അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ 25 ബേസിസ് പോയിന്റ്സ് കട്ടാണെങ്കിൽ അതിന് പറ്റിയ മാർക്കറ്റാണ്, അതിനുള്ള ലെവലാണ് അവിടെ നിൽക്കുന്നത്. 50 ബേസിസ് പോയിന്റ്സ് കട്ടാണ് വരുന്നെങ്കിൽ US മാർക്കറ്റ്സിൽ US കമ്പനികളുടെ ഏർണിംഗ് പൊട്ടൻഷ്യലിൽ ചേഞ്ച് വരും. ആ പൊട്ടൻഷ്യൽ ചേഞ്ച് വരികയാണെങ്കിൽ റീറേറ്റിംഗ് ഹാപ്പൻ ചെയ്യണം. ആ റീറേറ്റിംഗ് ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ ഗ്ലോബൽ മണിയുടെ അലോക്കേഷൻ കൂടുതൽ US മാർക്കറ്റിലേക്ക് വരും. ഇന്ത്യയിൽ ഒരു സെല്ലിംഗ് നടന്നേക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഔട്ട്സൈഡ് ചാൻസ് കൂടെ ഉണ്ട്. ബട്ട് മിക്കവാറും ഇത് 25 ബേസിസ് പോയിന്റ്സ് കട്ട് തന്നെ ആയിരിക്കാൻ ചാൻസ്. അതിൽ കൂടുതൽ വരാനുള്ള സാധ്യതകളില്ല. ഏതായാലും ഈ സെപ്റ്റംബർ 7 FOMC മീറ്റിൽ നിന്നുള്ള ഇപ്പോൾ ഇതിൽ കീൻലി നമ്മൾ വാച്ച് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ 25 ബേസിസ് പോയിന്റ്സ് കട്ടാണെങ്കിൽ നമ്മൾ കൂടുതൽ വാച്ച് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഒന്നെന്ന് പറയുന്നത് ഈ ഫെഡിൻ്റെ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഇപ്പോൾ വരില്ല, നാളെ വരില്ല. ഏതായാലും മീറ്റിങ്ങിൽ ആരെങ്കിലും ഡിസെൻറ്റ് രേഖപ്പെടുത്തിയോ എന്നുള്ള. ഇപ്പോൾ ഡിസെൻറ്റ് രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ FOMC മീറ്റിങ്ങിൽ 2 ഫെഡ് മെമ്പേഴ്സ് ഡിസെൻറ്റ് നോട്ട് ഇട്ടു. അതായത് കൺസെൻസസിന് പകരം, അതായത് ഡെക്കേഡ്സിന് ശേഷം, അതായത് ഒരു ഡെക്കേഡിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, എല്ലാം കൺസെൻസസിലാണ് അവിടുത്തെ FOMC മീറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് കഴിഞ്ഞ മീറ്റിങ്ങിൽ 2 പേര് ആ ഡിസിഷനെ എതിർത്ത് വോട്ട് ചെയ്തിരുന്നു എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് പുറത്തു വരുന്നത്. പിന്നെ അതിനുശേഷം വന്ന FOMCയുടെ മിനിറ്റ്സും അത് സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യണം. കാര്യം നമുക്കറിയാലോ, ഈ ലിസ കുക്കിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ മാറ്റാൻ നമ്മൾ ട്രംപ് ഒരു സൈഡിൽ കൂടി ശ്രമിക്കുന്നു. അപ്പോൾ ട്രംപിന് ആവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ്. അപ്പോൾ വെറുതെ ഇരുന്ന ഗവർണറായിട്ടുള്ള ലിസ കുക്കിനെ ഫെഡിൽ നിന്ന് എടുത്ത് കളയാൻ പോവുകയും പിന്നെ അതുപോലെ US അപ്പീൽസ് കോർട്ട് വന്നിട്ട് അതിനെ സ്റ്റേ ചെയ്യുകയും തൽക്കാലം ഈ മീറ്റിങ്ങിന് ലിസ കുക്കിന് അറ്റൻഡ് ചെയ്യാമെന്നും ഇതിൽ വോട്ട് ചെയ്യാമെന്നും ഗവർണർ ലിസ കുക്കിന് ഈ FOMC, അതായത് ഇന്ന് നടക്കാൻ പോകുന്ന FOMC മീറ്റിങ്ങിൽ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ലിസ കുക്ക് എന്ന് പറയുന്ന ഒരാളെ വെറുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ട്രംപ് എന്ന്. അവരുടെ വോട്ട് എങ്ങനെയാണ്, ഡിസെൻ്റ് ആണോ അതോ അനുകൂലിച്ചാണോ, ആയിസ് ആണോ നോസ് ആണോ എന്നുള്ളത് നമുക്ക് ഇന്നേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഈ FOMC മീറ്റിങ്ങിനുള്ളതാണ്. പിന്നെ അതില്ല, നമ്മൾ പറഞ്ഞില്ലേ ഡിസെൻറ്റ് വോട്ട്സ് എത്രയായിരിക്കും എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഔട്ട്കം നമ്മൾ വാച്ച് ചെയ്യുന്നത്. രണ്ടാമതൊരു കാര്യമുണ്ട്, സാധാരണ ഫെഡ് ഡോട്ട് പ്ലോട്ട് എന്ന് പറയും. ഈ ഡോട്ട് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വിഷ്ണു DOT PLOT, ഫെഡിൻ്റെ ഡോട്ട് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം FOMC മീറ്റ് കഴിയുമ്പോൾ, ഓരോ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം 4 FOMC മീറ്റിംഗ് നടക്കും. 4 FOMC മീറ്റിംഗ് കഴിഞ്ഞാൽ 4 പ്രാവശ്യവും മീറ്റിംഗ് കഴിഞ്ഞ് ഫെഡ് ഒരു ഡോട്ട് പ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു ഡേറ്റ കാണിക്കും. ഈ ഡോട്ട് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചാർട്ടാണ്. ഈ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ FOMC മീറ്റിംഗ്. ഈ ഡോട്ട് പ്ലോട്ട് എന്ന് പറയുന്നതിൻ്റെ രസം എന്ന് വെച്ചാൽ നമ്മൾ ഡോട്ട് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിൽ ഈ വൈ ആക്സിസിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റും X ആക്സിസിൽ നമ്മൾ ഇയറും വയ്ക്കും. എന്നിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഇതൊരു മതിലിൽ വാളിൽ ഈ ഒരു ഗ്രാഫിൻ്റെ ചാർട്ട് വെച്ചിട്ടുണ്ട്. ഓരോ 18 ഫെഡ് മെമ്പേഴ്സും പോയിട്ട് ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഒട്ടിക്കുകയാണ്. എവിടെയായിരിക്കും ഈ കൊല്ലം, അടുത്ത കൊല്ലം അല്ലെങ്കിൽ ഇനി വരാൻ പോണ കൊല്ലത്തെ ഇൻട്രസ്റ്റ് റേറ്റുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർ പോയി ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. സെയിം സ്ഥലത്ത് തന്നെ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇൻട്രസ്റ്റ് റേറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നു, നോ ചേഞ്ച്, കട്ടുമില്ല, ഇതും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ്. ഇനി അഥവാ നമ്മൾ ഡോട്ട്സ് ഹയർ ആണ് ഇന്നത്തെ റേറ്റിനേക്കാളും ഹയർ ആണ് എന്നുണ്ടെങ്കിൽ റേറ്റ് ഹൈക്കാണ് അതിനെ കാണിക്കുന്നത്. അതേസമയം ഡോട്ട്സ് വെച്ചിരിക്കുന്നത് ഇന്നത്തെ റേറ്റിനേക്കാളും കുറവാണെങ്കിൽ റേറ്റ് കട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മൾ ഓണത്തിനൊക്കെ കൊണ്ടുവന്ന് പൊട്ട് നമ്മൾ വയ്ക്കില്ലേ, അതേപോലെ ഒരു സ്റ്റിക്കർ കൊണ്ടുവന്ന് ഈ ഗ്രാഫിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഈ പിക്ചർ ഇവർ റിലീസ് ചെയ്യും. അപ്പോൾ ഒരു X ആക്സിസിലും Y ആക്സിസിലും ഇങ്ങനെ കുറേ ഡോട്ട്സ് വെച്ച പോലെ കാണാം. ദിസ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ മൂഡ് ഓർ ദ എക്സ്പെക്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്രം ദ ഫെഡ് ഗവർണേഴ്സ് എന്നുള്ള. അപ്പോൾ നമ്മൾ നോക്കാൻ പോണ ഈ ഫെഡിൻ്റെ ഡോട്ട് പ്ലോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്, രണ്ടാമത് എത്ര പേര് ഡിസെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്നാണെന്നുള്ളത്. ഇപ്പോൾ FOMC മീറ്റിന് മുമ്പായിട്ട് ഇപ്പോൾ ട്രഷറി ഈൽഡ് നോക്കുകയാണെങ്കിൽ ലിറ്റിൽ മൂവ്മെൻറ്റ്, അവിടെ വലിയൊരു ചേഞ്ച് ഒന്നും കാണുന്നില്ല. 4.03% തന്നെയാണ് US-ൻ്റെ 10-year ബോണ്ട് ഈൽഡ് കാണിക്കുന്നതെന്നുള്ള. ഓയിൽ പ്രൈസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒന്ന് ഇഞ്ച് ചെയ്യുന്നു. അതായത് ഇപ്പോൾ യുക്രൈൻ കറക്റ്റായിട്ട് ചെന്ന് റഷ്യയുടെ
ഓയിൽ അസറ്റ്സിലാണ് അടിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്ത് റിപ്പോർട്ട് വരുന്നതെന്ന് വെച്ചാൽ ഏതായാലും 3 ലക്ഷം ബാരൽ ഓഫ് ഓയിൽ വരെ അടുത്ത കാലത്ത് നശിപ്പിച്ചു യുക്രൈൻ. ആരുടെ? റഷ്യയുടെ. ഇത് കാരണം തന്നെ ഓയിൽ ഇഞ്ചിങ് ആണ് ഹയർ ആയിട്ട് $68 പെർ ബാരൽ ആയിരിക്കുന്നു എന്നുള്ള. എനിക്ക് ഈ യുക്രൈൻ്റെ ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച് ചെറിയൊരു സംശയമുണ്ട്. അതായത് ഇപ്പോൾ റഷ്യൻ ഓയിൽ പർച്ചേസ് നിർത്താനാണല്ലോ, അതായത് മറ്റുള്ള രാജ്യങ്ങൾ റഷ്യൻ ഓയിൽ മേടിക്കുന്നത്, ഇന്ത്യയും ചൈനയും റഷ്യൻ ഓയിൽ മേടിക്കുന്നത് കാരണമാണ് റഷ്യക്ക് പൈസ കിട്ടുന്നത്. കാര്യം ഒരു വാർ പ്രൊലോങ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ പല ഡിഫൻസ് അനലിസ്റ്റും പറഞ്ഞത് ഇന്ത്യക്കും പാകിസ്ഥാനും നമ്മുടെ ഇന്നത്തെ എക്കണോമിക് കണ്ടീഷൻസ് വെച്ചിട്ട് എത്ര ദിവസം, എത്ര ആഴ്ച, എത്ര മാസങ്ങൾ, എത്ര കൊല്ലം നമുക്കൊരു യുദ്ധം കൊണ്ടുപോകാൻ പറ്റും. യുദ്ധത്തിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വലിയ ചിലവാണ്. അപ്പോൾ അത് എന്ത് കൊണ്ടുപോകാൻ പറ്റും? ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ കുറേ നാളായി എന്നുള്ളതാണ്. അപ്പോൾ റഷ്യക്ക് എന്തുകൊണ്ടാണ്, ഇപ്പോൾ അമേരിക്ക പറയുന്നത് അതാണ്, റഷ്യക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് പൈസ കിട്ടുന്നതുകൊണ്ടാണ് റഷ്യ ഇങ്ങനെ വാർ ഇങ്ങനെ മാസങ്ങളോളം കൊല്ലങ്ങളോളം കൊണ്ടുപോകുന്നത്. അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ചൈനയും ഇന്ത്യയാണ്. കാര്യം അവരുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു എന്നുള്ളതാണ്. ആ ഓയിൽ മേടിക്കുന്ന കാരണം അവർക്ക് പൈസ കിട്ടുന്നു. ആ പൈസ വെച്ചിട്ടാണ് അവർ ഈ യുദ്ധം ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അമേരിക്ക കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ യുക്രൈൻ്റെ പുറകിൽ US ഉണ്ടല്ലോ. യുക്രൈൻ ഇപ്പോൾ കൂടുതലും റഷ്യൻ എനർജിയാണ്, അതായത് റഷ്യൻ ഓയിൽ അസറ്റ്സിനെ അറ്റാക്ക് ചെയ്യാനുള്ള റീസൺ എനിക്ക് തോന്നിയിട്ട് മനസ്സിലായെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ചൈനയും ഇന്ത്യയും റഷ്യയിൽ നിന്ന് മേടിക്കുന്നത്? ഡിസ്കൗണ്ടിൽ കിട്ടുന്നതുകൊണ്ടാണ്. അതായത് OPEC+ കൺട്രിയിൽ നിന്നോ ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നോ കിട്ടുന്ന ക്രൂഡ് ഓയിൽ സപ്ലൈയെക്കാട്ടിലും ചീപ്പായിട്ടാണ് റഷ്യ കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബയർ. അപ്പോൾ ഇന്ത്യയും ചൈനയും ടർക്കിയൊക്കെ എന്ന് മുതലാണോ റഷ്യൻ ഓയിൽ ബൈ ചെയ്യണം നിർത്തുന്നത്, അന്ന് മുതൽ സ്റ്റഡി ആയിട്ടുള്ള വരവ് റഷ്യക്ക് നിൽക്കുകയാണെങ്കിൽ റഷ്യക്ക് ഈ വാർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതാണ് കാൽക്കുലേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു യുക്രൈൻ കറക്റ്റായിട്ട് റഷ്യയുടെ ഓയിൽ അസറ്റ്സിൽ സ്ട്രൈക്ക് ചെയ്യണത്. ഓയിൽ അസറ്റ്സ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താ, റഷ്യൻ ഓയിലിൻ്റെ വില കൂടും. റഷ്യൻ ഓയിലിൻ്റെ വില കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഡിസ്കൗണ്ട് കിട്ടില്ല. പിന്നെ എന്തിനാണ് ഇന്ത്യയും ചൈനയും അവിടെ നിന്നും മേടിക്കുന്നത്? അങ്ങനെ റഷ്യക്ക് കിട്ടുന്ന ഫണ്ട് കുറയും എന്നുള്ള ഒരു കൺസിഡറേഷനിലായിരിക്കണം ഈ പറയുന്ന പോലെ യുക്രൈൻ അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. അവിടെ തന്നെ അവർ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തോളം ബാരലാണ് അടുത്ത കാലത്ത് സ്ട്രൈക്ക് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. പിന്നെ ഈ നമുക്ക് US നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ ന്യൂയോർക്ക് ടൈംസ് എന്നുള്ള പത്രം ഉണ്ടല്ലോ, ന്യൂയോർക്ക് ടൈംസിലെ പത്രത്തിൻ്റെ 4 റിപ്പോർട്ടേഴ്സിനെയും അതിൻ്റെ പബ്ലിഷറായ പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇവരെയും കൂടെ നമ്മുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു ലോ സൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നു. ഈ ലോ സൂട്ട് ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അസാസിനേഷൻ അഗെയിൻസ്റ്റും ഡിഫമേഷൻ കേസാണ് കൊടുത്തത്. അതായത് എൻ്റെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയ്ക്കാണെന്നറിയോ? USD $15 ബില്യൺ, $15 ബില്യൺ, $15 ബില്യൺ മാനനഷ്ട കേസ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ കൊല്ലം ഇലക്ഷൻ നടന്നല്ലോ അമേരിക്കയിൽ. കഴിഞ്ഞ കൊല്ലം അമേരിക്കയിൽ ഇലക്ഷൻ നടന്നപ്പോൾ 2024 ഇലക്ഷന് മുമ്പായിട്ട് ന്യൂയോർക്ക് ടൈംസ് വളരെ എതിരായിരുന്നു ട്രംപിന് അഗെയിൻസ്റ്റ്. ഒരുപാട് ആർട്ടിക്കിൾ ട്രംപിന് അഗെയിൻസ്റ്റ് പറഞ്ഞു. അതായത് അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ട്രംപ് ഈ ഓഫീസ്, US പ്രസിഡൻഷ്യൽ ഓഫീസ് ഹോൾഡ് ചെയ്യാൻ അൺഫിറ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്നാണ് പറഞ്ഞത് ട്രംപിനെ കുറിച്ച്. അത് മാത്രമല്ല, ഇവരുടെ പബ്ലിഷർ ഉണ്ടല്ലോ, ന്യൂയോർക്ക് ടൈംസിൻ്റെ പബ്ലിഷർ, ഈ പെൻഗ്വിൻ റാൻഡം ഹൗസ് എന്ന് പറയുന്ന പബ്ലിഷർ, അവരൊരു ബുക്കും കൂടെ ഇറക്കി. ആ ബുക്കിൻ്റെ ടൈറ്റിൽ ആയിരുന്നു രസം, ലക്കി ലൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ടെക്സ്റ്റും കൂടെ ഉണ്ട്. ഹൗ ഡൊണാൾഡ് ട്രംപ് സ്ക്വാണ്ടേർഡ് ഹിസ് ഫാദേഴ്സ് ഫോർച്യൂൺ ആൻഡ് ക്രിയേറ്റഡ് ആൻ ഇല്യൂഷൻ ഓഫ് സക്സസ് എന്ന് പറയുന്ന ഒരു ബുക്ക് കൂടി ഇറക്കി എന്നുള്ള. അപ്പോൾ അത് ട്രംപ് ഇതുവരെ മറന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനൊരു പകരം വീട്ടിൽ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു $15 ബില്യൺ ഒരു ലോ സൂട്ട് ന്യൂയോർക്ക് ടൈംസിന് അഗെയിൻസ്റ്റ് അദ്ദേഹം ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ട്രംപ് നമ്മൾ ഇന്നലെ ഒന്ന് പറഞ്ഞു വെച്ചിരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ട്രംപ് പറഞ്ഞതെന്ന് വെച്ചാൽ, സാധാരണ ഒരു ഫിനാൻഷ്യൽ ഇയർ, അവരുടെ അമേരിക്കൻ ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ ജാനുവരി ടു ഡിസംബറാണ്. നമ്മളെ സംബന്ധിച്ച് April 1 മുതൽ March 30 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ട്രംപ് ഇപ്പോൾ പറഞ്ഞേക്കണ കാര്യം വെച്ചാൽ, നമ്മളിപ്പോൾ അമേരിക്കയിലും ഇന്ത്യയിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 4 ക്വാർട്ടർലി റിസൾട്ടാണ് വരുന്നത്. കാര്യം 3 മാസം കൂടുന്ന 4 ക്വാർട്ടറായിട്ടാണ് ഒരു കൊല്ലത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വാർട്ടർ അവസാനിക്കുമ്പോൾ ഒരു റിസൾട്ട് ഏർണിങ്സ് കൊണ്ടുവരും. രണ്ടാമത്തെ ക്വാർട്ടർ, മൂന്നാമത്തെ ക്വാർട്ടർ, നാലാമത്തെ ക്വാർട്ടറിൽ ആ ക്വാർട്ടർ മാത്രമല്ല ഒരു ഫുൾ ഇയറിൻ്റെ റിസൾട്ടും കൂടി പബ്ലിഷ് ചെയ്യും. ഇങ്ങനെയാണ് അമേരിക്കയിലും ഇന്ത്യയിലും സംഭവിക്കുന്നത്. ഇപ്പോൾ ട്രംപ് പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറയുന്ന പോലെ
എല്ലാ 3 മാസം കൂടുമ്പോഴും ഏർണിങ്സ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഒരു റിസൾട്ട്സ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് വളരെ വലിയ പ്രഷറാണ്. അതിനകത്ത് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രം, അതായത് 6 മാസം കൂടുമ്പോൾ മാത്രം റിസൾട്ട് കൊണ്ടുവന്നൂടാ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം അവിടെ ഒരു പ്രപ്പോസൽ വയ്ക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയകരമായിട്ടുള്ള കാര്യം. അതൊരു റിമാർക്കബിൾ ചേഞ്ച് ആയിട്ടും കാര്യം ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ തുടങ്ങുന്നത് മാർച്ച് മുതലാണ്. ഏപ്രിൽ 1 മുതൽ പുതിയ കണക്ക് തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ. അപ്പോൾ നമ്മുടെ ഇവിടെ 4 ക്വാർട്ടർ ഉണ്ട്. ആദ്യത്തെ ക്വാർട്ടർ എന്ന് പറയുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടർ അല്ലേ. പിന്നെ രണ്ടാമത് വരുന്നത് സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. തേർഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഫോർത്ത് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ ഫോർത്ത് ക്വാർട്ടറിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ചിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്സ് മാത്രമല്ല ഫുൾ ഇയറിൻ്റെ റിസൾട്ട്സും കൂടി പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ള. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഫിനാൻഷ്യൽ ഇയർ ആക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രീതി വ്യത്യാസമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കൊളോണിയൽ ഇറയിലെ റൂളാണ്. കൊളോണിയൽ ഇറ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ തന്നെ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഏപ്രിൽ 1 മുതൽ അവസാനിച്ചിരുന്നത് മാർച്ച് 31. നമ്മൾ ആ ഒരു ട്രഡീഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഈ അഗ്രികൾച്ചറിൻ്റെ സൈക്കിളും ഹാർവസ്റ്റ് സൈക്കിളും നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് മൺസൂൺ എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ ഈ മൺസൂൺ, അഗ്രികൾച്ചർ സൈക്കിള്, ഹാർവസ്റ്റിംഗ് സൈക്കിള് എന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും മൺസൂൺ ഇന്ത്യയിൽ ഒരു ആവറേജ് രീതിയിൽ നോക്കുകയാണെങ്കിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് നമുക്ക് മൺസൂൺ വരെ. അപ്പോൾ ജൂണിൽ തുടങ്ങുന്ന മൺസൂണിന് മുമ്പായിട്ട് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ഫെബ്രുവരി മാസമെങ്കിലും നമുക്ക് ബഡ്ജറ്റ് വരാം. ഫെബ്രുവരി മാസം ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഫെബ്രുവരി 1 പണ്ട് ഫെബ്രുവരി ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് വരികയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പാർലമെൻറ്റ് അത് ക്ലിയർ ചെയ്യണം. പാർലമെൻറ്റ് ക്ലിയർ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് വരണം. ഇതെല്ലാം വന്ന് ക്ലിയർ ആകുമ്പോഴത്തേക്കും ഏപ്രിൽ 1 മുതൽ നമ്മുടെ രാജ്യം ഇതിന് റെഡിയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കണക്കൂട്ടിയിരിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വച്ചിരിക്കുന്നത്. എന്നാൽ USA, ചൈന, UAE പോലെയുള്ള രാജ്യങ്ങൾ വെച്ചിരിക്കുന്നത് കലണ്ടർ ഇയറാണ്. അതായത് ജാനുവരി ടു ഡിസംബറാണ് വെച്ചിരിക്കുന്നത്. നമ്മളെന്ന് മാത്രമല്ല കുറേ കോമൺവെൽത്ത് കൺട്രീസ്, കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷിൻ്റെ കീഴിലുണ്ടായിരുന്ന, അതായത് UK ആണെങ്കിലും ശരി, ഇന്ത്യ ആണെങ്കിലും ശരി, കാനഡ ആണെങ്കിലും ശരി, ഹോങ്കോങ് ആണെങ്കിലും ശരി, ഇവരൊക്കെ ഏതാണ്ട് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളത്. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാനൊന്ന് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ട്രംപ് വീണ്ടും പറഞ്ഞു, നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതായത് നമ്മുടെ ബൈറ്റ് ഡാൻസ് ഉണ്ടല്ലോ, ബൈറ്റ് ഡാൻസ് എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി ഓഫ് ദ വീഡിയോ ആപ്ലിക്കേഷൻ കോൾഡ് ടിക്ടോക്ക്. അപ്പോൾ ആ ടിക്ടോക്കിൻ്റെ US അസറ്റ്സിനെ ബൈ ചെയ്യാനായിട്ട് അമേരിക്കൻ കമ്പനീസ് റെഡിയാണെന്നും അതിന് ആൾക്കാർ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നും അതിൻ്റെ പേര് ധാരണയെ US-ഉം ചൈനയും തമ്മിൽ ആയി എന്ന് ട്രംപ് വീണ്ടും പറഞ്ഞു വയ്ക്കുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 170 മില്യൺ യൂസേഴ്സ് ഉണ്ട് ടിക്ടോക്കിന് US-ൽ മാത്രം. ബട്ട് അവരുടെ ഡേറ്റ പുറത്തു പോകാതിരിക്കാനും ചൈനീസ് അജണ്ട അമേരിക്കയിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാനും കാര്യങ്ങളൊന്ന് ചൈന കൺട്രോൾ ചെയ്ത് ഡിസ്റ്റോർട്ട് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് US-ൻ്റെ അസറ്റ്സ് ഉണ്ടല്ലോ, അതായത് ടിക്ടോക്കിൻ്റെ US അസറ്റ്സ് US-ൻ്റെ ഓണർഷിപ്പിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, അത് ബൈഡൻ്റെ കാലത്തും അതെ കേട്ടോ, അത് വാശി പിടിച്ചിരുന്നതെന്നുള്ള. അതുകൊണ്ട് US അസറ്റ്സ് ബൈ ചെയ്യാനായിട്ട് US-ലെ ഇൻവെസ്റ്റേഴ്സ് തയ്യാറാണ് എന്നുള്ള കാര്യം, അതിൻ്റെ കാരണത്തിൽ ധാരണ ചൈനയായിട്ടായെന്നും ട്രംപ് പുറത്തു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം ബൈ ചെയ്യുന്നത്. അതിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലാരി എലിസൺ, ഒറാക്കിളിൻ്റെ ലാരി എലിസൺ അതിനകത്ത് ഒരു ഇൻവെസ്റ്റർ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവുന്നു, സോഴ്സസ് പറയുന്നു. അതുകൂടാതെ സിൽവർ ലേക്ക് എന്ന് പറയുന്ന കമ്പനി, ആൻഡ്രേസൻ എന്ന് പറയുന്ന കമ്പനികളൊക്കെ അതിൻ്റെ പാർട്ടാവാനുള്ള ചാൻസും ഉണ്ടെന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു ഡേറ്റ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ 2024 ജാനുവരി മുതൽ സെപ്റ്റംബർ വരെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ, എന്നെയും വിഷ്ണുവിനെയും നമ്മുടെ പ്രേക്ഷകരെ പോലത്തെ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോസ് ഇൻ ടു ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എത്രയായിരുന്നു വെച്ചാൽ 1.1 lakh crore ആയിരുന്നു 2024 ജാനുവരി മുതൽ സെപ്റ്റംബർ വരെ. 1.1 lakh crore. ആ സെയിം പീരീഡ് ദിസ് ഇയർ 2025 ജാനുവരി മുതൽ സെപ്റ്റംബർ വരെ കണക്ക് വന്നപ്പോൾ 90% ഡിപ്പാണ്. അതായത് 12,408 crore
റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻഫ്ലോ ആണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നടന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എമൗണ്ട് ഇൻഫ്ലോ ഗണ്യമായി കുറഞ്ഞു എന്നുള്ള. ബട്ട് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഡൊമസ്റ്റിക് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യുന്നതും FIIs സെല്ല് ചെയ്യുന്നതും എല്ലാം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പെൻഷൻ ഫണ്ട്, മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനീസ്, ഇവരാണ് കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ മേടിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബട്ട് ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു എന്നും FIIsൻ്റെ എണ്ണം കുറഞ്ഞു എന്നും പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം മേടിച്ചിരിക്കുന്ന ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സാണ്. പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ ഞാൻ താല്പര്യപ്പെടില്ല. കാര്യം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ പൈസയാണ്? നമ്മളെ പോലത്തെ റീറ്റെയിൽ ഇൻവെസ്റ്റർ. ഇപ്പം നമ്മൾ രണ്ടുപേരും ഡയറക്റ്റായിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കുന്നത് എന്താ? റീറ്റെയിൽ ഇൻവെസ്റ്റർ. നമ്മൾ രണ്ടുപേരും കൂടെ മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രോഡക്റ്റ് കഴിയുമ്പോൾ നമ്മളെ വിളിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ. അപ്പോൾ എന്ത് വന്നാലും ശരി, നമ്മളെ പോലത്തവരാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ കൂടുതലും ഹോൾഡ് ചെയ്യുന്നത് FIIsനെക്കാട്ടിലും എന്നുള്ള ഒരു ഡീറ്റെയിലും കൂടെ അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പല ആൾക്കാരും പ്രേക്ഷകരും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നവരും ഒക്കെ വളരെ സങ്കടപ്പെട്ട് പറയുന്നത് വെച്ചാൽ മാർക്കറ്റ് ഡൗൺ അല്ലേ, ഇത് എന്ന് കയറും. ഈ മാർക്കറ്റ് ഡൗൺ ആവുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ എന്താ ബന്ധം നമ്മൾ പലപ്പോഴായിട്ട് ചോദിക്കും. നമ്മൾ പ്രേക്ഷകരോട് ചോദിക്കുന്ന കാര്യം, നിങ്ങൾ നിഫ്റ്റിയും സെൻസെക്സും മാർക്കറ്റും കണ്ട് മാത്രം മുന്നോട്ട് പോകരുതെന്നാണ്. ഞാനിപ്പോൾ ഇന്നലെ വെറുതെ നമ്മുടെ ഒരു അക്കാഡമിക് പർപ്പസസിന് വേണ്ടി ഞാനൊന്ന് നോക്കിയപ്പോഴേ ആക്സിസ് കേറ്റ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് ലാസ്റ്റ് ഒരു കൊല്ലം, അതായത് ഈ ലാസ്റ്റ് ഒരു കൊല്ലമായിട്ടാണല്ലോ, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 2024 മുതൽ ഇന്നേ വരയ്ക്കും ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയും സെൻസെക്സും നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു. ശരിയാണ്. നമ്മൾ മെയിൻ ലൈൻ ഇൻഡിസസിലെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു. ശരിയാണ്. നമ്മൾ എന്താ പറയുക, മറ്റേ ഓപ്ഷൻസ്, പുട്ടും കോളും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഡേറ്റ നോക്കുകയാണെങ്കിലും പലരും കാശുണ്ടാക്കില്ല. ബട്ട് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് നോക്കൂ. ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ നമ്മൾ നോക്കുമ്പോൾ ആക്സിസ് കേറ്റ്സ് കഴിഞ്ഞ ഒരു കൊല്ലം 201% റിട്ടേൺ ആണെന്ന്. 201% റിട്ടേൺ. ASM ടെക്നോളജീസ് 183% റിട്ടേൺ ആണ് അത് തന്നത്. ഫോഴ്സ് മോട്ടോഴ്സ് 177%. വിഷ്ണുവിനൊരു കാര്യം അറിയോ, ഈ ഫോഴ്സ് മോട്ടോഴ്സിനെ കുറിച്ച് നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ സ്പോട്ട്ലൈറ്റിൽ പറഞ്ഞു. അതിനുശേഷം ഇത് നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മളൊരു സ്പോട്ട്ലൈറ്റ് എന്നല്ല, നമ്മളൊന്ന് ജസ്റ്റ് ഒരു പാസിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞു പോയതാണ്. ചില കാര്യങ്ങൾ സ്പോട്ട്ലൈറ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ നമ്മൾ പറഞ്ഞതല്ല. ഈ ഫോഴ്സ് മോട്ടോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ ടെമ്പോ ട്രാവലർ നമ്മൾ കണ്ടു കാണുമല്ലോ. ഈ എവിടെ പോയി ടൂറിസത്തിന് ഒരു കാര്യത്തിന് പോകുകയാണെങ്കിൽ, സ്കൂൾ ബസ് നോക്കുകയാണെങ്കിലും ആംബുലൻസ് നോക്കുകയാണെങ്കിലും ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ നോക്കുമ്പോൾ ഈ ടെമ്പോ ട്രാവലേഴ്സ്. അപ്പം നമ്മളത് ടെമ്പോ ട്രാവലറുടെ കമ്പനിയാണ് ഫോഴ്സ് മോട്ടോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞപ്പോഴേ ഒരു പ്രേക്ഷകൻ നമ്മുടെ അടിയിൽ മെസ്സേജ് ചെയ്തിരിക്കുകയാണ്, ടെമ്പോ ട്രാവലർ കൊള്ളൂല. അത് ഈ ടെമ്പോ ട്രാവലർ കൊള്ളൂല, അദ്ദേഹത്തിന് അത് ഇഷ്ടമില്ലായിരിക്കാം, പക്ഷെ മാർക്കറ്റിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ അതിന് സെയിൽസ് നടക്കുന്നത്. അപ്പം ഞാൻ ഇതാണ് പറയുന്നത്, നമ്മുടെ ഇമോഷൻസ് വെച്ച് നമ്മൾ ഒരിക്കലും മാർക്കറ്റിനെ കാണരുത്. ഇപ്പം നമ്മുടെ അഭിപ്രായം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് വിഷ്ണു, നമ്മളൊരു ബ്യൂട്ടി കോൺടെസ്റ്റ് നടക്കണമെന്ന് വിചാരിക്കാം. ഞാനും വിഷ്ണു അത് കാണാൻ പോകുന്നു, ഒരു ബ്യൂട്ടി പേജൻറ്റ് കാണാൻ പോകുന്നു. നമ്മളിവിടെ നിന്ന് ഞാനും വിഷ്ണുവും ബെറ്റ് വയ്ക്കുകയാണ്, ഇതിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ വിഷ്ണുവിൻ്റെയും എൻ്റെയും പ്രിഫറൻസ് അല്ല അവിടെ ചെയ്യേണ്ടത്, ബെറ്റ് വയ്ക്കേണ്ടത് ജഡ്ജസ് ആരെയാണ് എടുക്കാൻ പോണേന്നുള്ള. നിങ്ങൾ ആ ബെറ്റ് ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുകയല്ല നിങ്ങൾ വേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട എന്താ, ആ ഇരിക്കാൻ പോകുന്ന ജഡ്ജസ് ആരൊക്കെയാണ്, ആ ജഡ്ജസ് ആരെ ആയിരിക്കാം എടുക്കാൻ പോകുന്നത്, ആ കുട്ടിയുടെ മുകളിൽ ബെറ്റ് വെച്ചാൽ മാത്രമേ നിങ്ങൾ ബെറ്റ് ജയിക്കുള്ളൂ. അല്ലാണ്ട് വിഷ്ണുവിൻ്റെ പ്രിഫറൻസോ എൻ്റെ പ്രിഫറൻസോ അല്ല. നമ്മൾ മാർക്കറ്റിൽ കാണേണ്ട ഒരു കാര്യം അറിയൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്കല്ല, ലാർജർ ക്രൗഡ് മാർക്കറ്റിൽ മേടിക്കാൻ പോകുന്ന സ്റ്റോക്ക് എന്താണ്, ആ ബസ്സിൻ്റെ മുൻസീറ്റിൽ കയറി ഇരുന്നാലേ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുള്ളൂ എന്നുള്ള. അപ്പോൾ ഈ പ്രേക്ഷകൻ എന്നോട് എഴുതിയിരിക്കുന്ന കാര്യം വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് പറഞ്ഞത്. ഞാനത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്മച്യൂർ ആയിട്ടാണ് തോന്നിയത്. ഫോഴ്സ് മോട്ടോഴ്സ് ഒന്നും കൊള്ളൂല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ടെമ്പോ ട്രാവലർ ഇഷ്ടമല്ല. നമ്മുടെ ഇഷ്ടമല്ല മാർക്കറ്റ് കാണുന്നത്. ഇറ്റ് ഈസ് എ $4 trillion എക്കണോമി. ആ $4 trillion എക്കണോമിയിൽ FIIs ഉണ്ട്, ഡൊമസ്റ്റിക് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, പെൻഷൻ ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. അവരേത് സ്റ്റോക്കാണ് മേടിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ആലോചിച്ച് വെച്ചാൽ മാത്രമേ, അല്ലാണ്ട് നമ്മുടെ പ്രിഫറൻസിന് വേണ്ടിയിട്ട് പെണ്ണ് കാണാനല്ല നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാണ് വരണമെങ്കിൽ മറ്റുള്ളവർ ഏത് സ്റ്റോക്ക് മേടിച്ച് റിട്ടേൺ ഉണ്ടാക്കുന്ന മനസ്സിലാക്കുന്നിടത്താണ് വെൽത്ത് ഇരിക്കണേ എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്കതിനൊക്കെ തമാശയാണ്. ഞാൻ കഴിയുന്നത് എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുത്ത് ഞാൻ മുന്നോട്ട് പോകാറുണ്ടെങ്കിലും ചില കമൻസ് ഞാനൊന്ന് അവോയ്ഡ് ചെയ്യും. എന്നാലും താങ്ക്സ് പറഞ്ഞ് ഞാൻ നിർത്തണം. എന്തുകൊണ്ടെന്നറിയോ, ഇതിനൊന്നും ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മുടെ ഇഷ്ടത്തിനാണോ മാർക്കറ്റ് പോകുന്നത്? നിങ്ങൾക്ക് ഫോഴ്സ് മോട്ടോഴ്സ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 200% റിട്ടേൺ കിട്ടിയേനെ. നിങ്ങൾ എന്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത്? നാട്ടുകാർ കൂടുതലും അതാ കാര്യം. ആ കാറ്റഗറിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് അതിനകത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടോ ഇല്ലയെന്നല്ല, ആ കാറ്റഗറിയിൽ ആ ഒരു വെഹിക്കിൾ മാത്രമല്ലേ ഉള്ളൂ.
നിങ്ങൾ ചെറിയ ചെറിയ മിനി സ്കൂൾ ബസ് നോക്കൂ, നിങ്ങൾ ആംബുലൻസ് നോക്കൂ, നിങ്ങൾ ഇതേപോലെ ടൂറിസം സെക്ടറിൽ മൂന്നാർ, മൂട്ടി, നമ്മുടെ മാരാരിക്കുളത്തൊക്കെ പോയി നോക്കിയാൽ ഗസ്റ്റുകളൊക്കെ വരുന്നത് ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണെങ്കിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും അത് അവർ പുതിയ വണ്ടി കൊണ്ടുവന്നതും ഓൾ ഇന്ത്യ ലെവലിൽ അവരുടെ ഫിഗേഴ്സ് നോക്കുമ്പോൾ അത് നന്നായി പോകുന്നു എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് അത് റിഫ്ലക്ട് ചെയ്യും. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിനാണോ പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു പാഠമാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് 150% റിട്ടേൺ ആണ് വിഷ്ണു ആ സ്റ്റോക്ക് തന്നേക്കണേ. 150% ഈ ഷൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ഐക്യയ്ക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഗബ്രിയൽ ഇന്ത്യ 146%, കാർട്രൈഡ് 143%, ക്യൂപ്പിഡ് 141%, JSW ഹോൾഡിംഗ്സ് 138%, ബാങ്കോ പ്രോഡക്ട്സ് 106%. ഇത്രയും സ്റ്റോക്കുകൾ കയറി. എന്നാൽ നിഫ്റ്റിയും സെൻസെക്സും ഡൗൺ ആണ്. നമ്മൾ നിഫ്റ്റിയും സെൻസെക്സും മേടിച്ചുകൊണ്ടിരിക്കുന്നവർക്കല്ലേ ആ ബുദ്ധിമുട്ടുള്ളൂ. ഈ സ്റ്റോക്ക് കയ്യിലിരിക്കുന്നവരൊക്കെ മാർക്കറ്റിൽ ഹാപ്പി ആണല്ലോ, അവർ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മാർക്കറ്റിൽ ഒപ്പീനിയൻ രണ്ട് സൈഡായിട്ടുണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ് ഈ സ്റ്റോക്കുകളിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ, ഈ സൈഡിൽ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തവരാണ് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ചിലപ്പോൾ ഞാൻ ഉൾപ്പെട്ടേക്കാം, വിഷ്ണു ഉൾപ്പെട്ടേക്കാം. ആ പറയുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. സി, മാർക്കറ്റ് ഇസ് നോട്ട് എ ലൂസേഴ്സ് ഗെയിം. മാർക്കറ്റിൽ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ കയറാൻ പോകുന്ന സ്റ്റോക്കുകളിൽ നല്ല ക്വാളിറ്റി സ്റ്റോക്സ് മേടിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുക എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞൊന്ന് വെക്കേണ്ട കാര്യമുണ്ട്. അതായത് ഇന്ത്യയുടെ റെയർ എർത്ത് മാഗ്നറ്റ്സ് ഒരു ഇഷ്യൂ ആയിരുന്നല്ലോ. ചൈനയിൽ നിന്ന് അഡിക്വേറ്റ് സപ്ലൈ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം ഇവിടുത്തെ ഇലക്ട്രിക് വെഹിക്കിൾ 2 വീലർ മാനുഫാക്ചറിങ്ങിന് റെയർ എർത്ത് മാഗ്നറ്റ്സ് ഇല്ലാത്തത് കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിന് എങ്ങനെയായിരുന്നു നമ്മൾ ടൈഡ് ഓവർ ചെയ്യുന്നത്? ഒന്ന്, നമ്മുടെ ഡിപ്ലോമാറ്റിക് ലെവലിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചൈനയായിട്ട് ഒരു ഡീൽ സ്ട്രൈക്ക് ചെയ്ത് റെയർ എർത്ത് മാഗ്നറ്റ്സ് കൊണ്ടുവരിക. അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ട് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഈ കോർപ്പറേറ്റ്സ് വേറെ രാജ്യങ്ങൾ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് റെയർ എർത്ത് മാഗ്നറ്റ്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്യുക. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ജാപ്പനീസ് പ്രോഡക്ട്സ് ചിലപ്പോൾ വില കൂടുതലായിരിക്കും. മൂന്നാമതൊരു പ്രോഡക്റ്റ് എന്താ? റെയർ എർത്ത് മാഗ്നറ്റ്സ് ഇല്ലാത്ത ഇലക്ട്രിക് വെഹിക്കിൾ മോട്ടോഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദാ ഇവിടെ ഇന്നോവേഷൻ ഒരു ചാൻസ് കൊടുത്തപ്പോൾ സിമ്പിൾ എനർജി ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി 2026-27 അവർ IPO വരാൻ പോണ കമ്പനിയാണ്. അവർ സ്വന്തമായിട്ട് റെയർ എർത്ത് മാഗ്നറ്റ് ഇല്ലാത്ത മോട്ടോർ അവരുടെ ഇൻ ഹൗസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം കണ്ടുപിടിച്ചു എന്നുള്ളത്. അതായത് ഓപ്റ്റിമൈസ്ഡ് കോമ്പൗണ്ട് ആണ് അത് റീപ്ലേസ് ചെയ്യുന്നത്. പവേർഡ് ബൈ പ്രൊപ്പറേറ്ററി അൽഗോരിതം ദാറ്റ് മാനേജസ് ഹീറ്റ് ആൻഡ് ടോർക്ക് ഇൻ റിയൽ ടൈം. അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്ന് റെയർ എർത്ത് മാഗ്നറ്റ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ മാറ്റി അവരുടെ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ 95% ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റി. സിമ്പിൾ എനർജി എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. വെൻ ഇന്ത്യൻ ഇന്നോവേറ്റേഴ്സ് ആർ പുഷ് ടു ദ ലിമിറ്റ്, പുഷ് ടു ദ വാൾ, ഇന്നോവേഷൻ കംസ് ഇൻ. നമ്മളെ ഇവരെ ടാരിഫ് കൊണ്ടല്ല നമ്മൾ ഇവരെയൊക്കെ സഹായിക്കേണ്ടത്. പഴയ ടാറ്റേനെയും അംബാനിയെയും ജിൻഡാലിനെയും RPG-യെയും ബിർളേസിനെയും SRനെയും ഭാരതി എയർടെലിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത പോലെ ടാരിഫ് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓപ്പൺ മാർക്കറ്റ് കൊടുക്കുക, ഇവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പറയുക. ഗ്ലോബൽ കമ്പനീസായിട്ട് ഫൈറ്റ് ചെയ്ത് ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലോബൽ ബ്രാൻഡ് ഇന്ത്യയിൽ നിന്ന് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്നുള്ളത്. അതിനുള്ള സാഹചര്യവും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷനും വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഇന്ത്യൻ കമ്പനികളുടെ സ്റ്റീലിൻ്റെ ബിസിനസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചൈനയിൽ നിന്ന് പറയുന്ന സ്റ്റീലും അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിൽ നിന്ന് വരുന്ന സ്റ്റീലും നമ്മൾ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് വെച്ചു. മറ്റുള്ള കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യൻ ബിസിനസ്സുകൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അതിന് റെസ്ട്രിക്ഷൻ വെച്ചു. 100% ഡ്യൂട്ടി ആക്കി, 200% ഡ്യൂട്ടി ആക്കി. അതുകൊണ്ട് ഗുണം കിട്ടിയത് നമുക്കല്ല. നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്ത കാരണം വില കുറച്ച് സാധനവും കിട്ടിയില്ല. ഇവിടെയുള്ള ടാറ്റാസും ബിർലാസും അംബാനീസും അഡാനീസും റൂയിയാസും RPGസും മറ്റുള്ള എല്ലാ മറ്റുള്ള എല്ലാ കോർപ്പറേറ്റുകളും പൈസക്കാരായി. ബജാജൊക്കെ ഇതിൻ്റെയൊക്കെ വലിയ ബെനിഫിഷ്യറിയാണ്. ഏത് സ്കൂട്ടറാണ് ഈ ബജാജുകാരെയൊക്കെ ആദ്യം കോമ്പീറ്റ് ചെയ്തത് ഇവിടെ? ഇന്ത്യൻ ഗവൺമെൻറ് പല രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി വന്ന സർക്കാരുകൾ ഈ റെസ്ട്രിക്ഷൻസ് വെച്ച് ഇവിടെയുള്ള കോർപ്പറേറ്റ്സിനെ സഹായിച്ച് ഇവർക്കുള്ള R&Dയും ഇന്നോവേഷനുള്ള ചാൻസസ് നശിപ്പിച്ചു. ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ തിരിച്ച് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്ലോബൽ ബ്രാൻഡ് പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ കഷ്ടകരമായിട്ടുള്ള കാര്യം. ഈ ടാരിഫിനെ സംബന്ധിച്ച് ടാരിഫ് ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ തീരുമായിരിക്കും. പക്ഷേ ഇന്ത്യക്ക് ഇതൊരു പാഠമാണെന്നുള്ള കാര്യം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിമ്പിൾ എനർജി എന്ന് പറഞ്ഞ കമ്പനിയോട് എനിക്ക് ഇത്രയും സ്നേഹം വന്നത്. കാര്യം അവർക്കൊരു റെസ്ട്രിക്ഷൻ വന്നപ്പോൾ അവരത് ഇന്നോവേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നു വിഷ്ണു. അതായത് സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഇന്നോവേറ്റീവ് ബിസിനസ്സിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞാൽ, അതുപോലെ മാർക്കറ്റ് നമ്മൾ മൊത്തം നോക്കുമ്പോൾ നിഫ്റ്റിയും സെൻസസൊക്കെ മാത്രം വിലയിരുത്താതെ പല ബിസിനസ്സുകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയതോ അല്ലെങ്കിൽ ലാഭസാധ്യതയൊക്കെയുള്ള ഒത്തിരി ബിസിനസ്സുകൾ മാർക്കറ്റിലുണ്ട്. ആ ഒരു സ്റ്റോക്കിലൊക്കെ നിങ്ങൾ പഠനം നടത്തേണ്ടതാണ്. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പോസിറ്റീവ് ഒരു കാര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ന് പ്രേക്ഷകർക്കായി ഏതെങ്കിലും ഒരു സ്പോട്ട് ലൈറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് താങ്കൾക്ക് പങ്കുവെക്കാനുണ്ടോ? വിഷ്ണു, ഈ സ്പോട്ട് ലൈറ്റ് സ്റ്റോക്ക് പോകുന്നതിന്
മുമ്പേ തന്നെ ഞാനിത് 10 മണിക്ക് മുമ്പേ പറയണം എന്നുള്ളതാണ്. അതായത് ലൈവ് അപ്ഡേറ്റിന് മുമ്പേ ഒന്ന് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതെന്നുള്ളത്. അതായത് ഞാൻ ഇന്നലെ മാർക്കറ്റിൽ നോക്കുമ്പോഴേ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊരു കോഷ്യസ് ഓപ്റ്റിമിസം സ്റ്റാൻഡിൽ നിന്ന് മാറി ഓപ്റ്റിമിസം മോഡിലേക്ക് പോയി. ഫോർച്യുനേറ്റ്ലി നമുക്ക് എന്തോ ലക്ക് എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു മാർക്കറ്റ് അതേപോലെ സപ്പോർട്ട് ചെയ്ത് വന്നു. ഗ്രൈൻഡ് ചെയ്താണ് മുമ്പോട്ട് പോകണമെങ്കിൽ പോലും വളരെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അതായത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ബൈയിങ് ഉണ്ട്, ഇൻഡെക്സിലും ചില സ്റ്റോക്കുകൾക്ക് ബൈയിങ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്നുള്ളത്. ഇപ്പം ഞാൻ മാർക്കറ്റിൽ ഇന്നലെ നോക്കിയപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ദർ ഇസ് സ്ട്രോങ് സെക്ടർ റൊട്ടേഷൻ. ഹൈ ബീറ്റ സ്റ്റോക്കുകളിൽ നല്ല രീതിയിൽ സെക്ടർ റൊട്ടേഷൻ നടന്നു പോകുന്നതായിട്ട് ഞാൻ മാർക്കറ്റിൽ കാണുന്നുണ്ട്. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നല്ല ബൈയിങ്ങും ഉണ്ടെന്നുള്ള കുറച്ച് വോളിയം ബസ്സേഴ്സ് ഞാൻ ഇന്നലെ മാർക്കറ്റിൽ ശ്രദ്ധിച്ചു. അതായത് വോളിയം ബസ്സേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ അറിവിന് വേണ്ടി പറയണം. അതായത് സാധാരണ ഒരു ഷെയറിൻ്റെ കൗണ്ടറിൽ ഒരു ദിവസം 1 ലക്ഷമാണ് വോളിയം നടക്കണമെന്ന് വെച്ചാൽ, ചില ദിവസം 1.5, ചില ദിവസം 75,000. ആ ഒരു 1.5 75,000 ഇടയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് 1 കോടി ഷെയർ നടക്കുന്നു, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ 2 കോടി ഷെയർ നടക്കുന്നു. ഇത് നടക്കുമ്പോൾ സാധാരണ എന്തോ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആ സ്റ്റോക്കിൻ്റെ കൗണ്ടറിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് വോളിയം ബസ്സേഴ്സ്, വോളിയം ഷോക്കേഴ്സ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ആ വോളിയത്തിൻ്റെ കൂടെ ഡെലിവറി പെർസെൻറ്റേജും കൂടെ ഹയർ ആണെങ്കിൽ, ഡെലിവറി പെർസെൻറ്റേജ് വെച്ചാൽ ഒരു ദിവസം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ചിലവർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ മേടിച്ച് വൈകുന്നേരം വിൽക്കും. എന്നാൽ പലരും അത് ഡെലിവറി എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഡെലിവറി പെർസെൻറ്റേജ് എന്നാണ്. അപ്പോൾ 100-ൽ 40-ക്ക് മുകളിൽ, 50-ക്ക് മുകളിൽ, അല്ലെങ്കിൽ 60-70% ഒക്കെ ഡെലിവറി പെർസെൻറ്റേജ് വരികയാണെങ്കിൽ നമ്മൾ പറയും, ഓ ഇതിനകത്ത് വോളിയൂമും ഇൻക്രീസ് ചെയ്തു, കൂടുതൽ ആൾക്കാർ ഇത് മേടിക്കുകയും ചെയ്തു, അപ്പോൾ എന്തോ ആ സ്റ്റോക്കിൽ നടക്കാൻ പോകുന്നു എന്നുള്ള. അപ്പോൾ എനി ഡെലിവറി പെർസെൻറ്റേജ് എബവ് 50% ഈസ് റിഗാർഡഡ് ആസ് ഹെൽത്തി. അപ്പോൾ പല ദിവസങ്ങളിലും വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, ഡെലിവറിയും ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ എന്തോ ആ സ്റ്റോക്കിൽ നടക്കാൻ പോകുന്നു. അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് നമ്മളിങ്ങനെ വോളിയം ബസ്സേഴ്സ് അല്ലെങ്കിൽ വോളിയം ഷോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ നോക്കിയപ്പോൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഞാൻ കണ്ടു. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ലോജിസ്റ്റിക്സ് കമ്പനിയിൽ കണ്ടു, വി ഗാർഡിൽ കണ്ടു, റെഡിങ്ടണിൽ കണ്ടു. റെഡിങ്ടണിൽ വോളിയം ഇൻക്രീസ് ചെയ്തു, പ്രൈസും ഏതാണ്ട് 19% 20%ഓളം കയറി എന്നുള്ളതാണ്. ഗ്രീൻ ലാമിനേറ്റ്സിൽ കണ്ടു, ഏജീസ് ലോജിസ്റ്റിക്സിൽ കണ്ടു. ഇതൊന്നും കൂടാതെ ഞാൻ നോക്കിയപ്പോൾ തിലക് നഗർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ആ ആൽക്കഹോളിക് ബിവറേജ് സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഡെലിവറി വോളിയമും ഭയങ്കര ഇൻക്രീസ് ചെയ്തു ഈ വോളിയത്തിനെ കാട്ടുള്ളൂ എന്നുള്ള. അപ്പോൾ ഈ വക സ്റ്റോക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുവയ്ക്കുക എന്നുള്ളത് ഒരു കാര്യം. പിന്നെ എനിക്ക് മാർക്കറ്റിൽ ചെറുതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സ്. ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ JLR ഡിവിഷൻ, ഈ ടാറ്റ മോട്ടോഴ്സ് സ്റ്റോക്ക് ഒന്ന് ശ്രദ്ധിച്ചോളുക. JLR ഡിവിഷൻ, JLRന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു UK-ലെ 3 ഫാക്ടറി, ഏതാണ്ട് 1000-ഓളം കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറി, പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറി എന്ന് എനിക്ക് തോന്നുന്നു 33,000 തൊട്ട് 34,000 സ്റ്റാഫ് എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഈ 3 ഫാക്ടറിയും ലാസ്റ്റ് 2 ആഴ്ചയായിട്ട് അടച്ചിട്ടിരിക്കുകയാണെന്നുള്ള. അപ്പോൾ നമ്മൾ UK-ലുള്ള 3 ഫാക്ടറി മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, ചൈനയിലെ, സ്ലോവാക്കിയയിലെ ഏതാണ്ട് ഗ്ലോബൽ വർക്ക് ഫോഴ്സ് ഏതാണ്ട് 34,000 പേര് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് JLR എന്ന്. ചൈനയിലെ ചില ഫാക്ടറീസ്, സ്ലോവാക്കിയയിലെ ഫാക്ടറീസ്, ഇന്ത്യയിലെ ചില ഫാക്ടറീസ് ഒക്കെ ഏതാണ്ട് 2 ആഴ്ച കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണെന്നല്ല. എസ്പെഷ്യലി ഈ ബ്രിട്ടനിലെ 3 ഫാക്ടറീസ് ഷട്ട് ഡൗൺ തന്നെയാണ്. അതുമാത്രമല്ല അവിടെയുള്ള 33,000 ലേബറേഴ്സിനടുത്ത് ഓഫീസിലേക്ക് വരണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണേ എന്നുള്ളത്. ഇത് വേറെ ഒന്നുമല്ല, സൈബർ അറ്റാക്ക്. അതായത് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 30-ാം തീയതി വലിയൊരു സൈബർ അറ്റാക്ക് ഇവരുടെ IT സിസ്റ്റംസിൽ നടന്നിട്ടുണ്ട്. അത് കാരണം ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ അഫക്റ്റ് ചെയ്തു. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ആ കമ്പനിയുടെ SAP എന്ന് പറയുന്ന കമ്പനിയുടെ ERP സിസ്റ്റം, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇവർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, സാപ്പ് ലാബ്സിൻ്റെ. ആ സാപ്പ് ലാബ്സിൻ്റെ ERPയിൽ സൈബർ അറ്റാക്ക് അഫക്റ്റ് ചെയ്തു, സ്കാഡ കൺട്രോളറിൽ അഫക്റ്റ് ചെയ്തു എന്നുള്ള, റോബോട്ടിക്സിൽ അഫക്റ്റ് ചെയ്തു, CRM ടൂൾസ് അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ടൂൾസിൽ അഫക്റ്റ് ചെയ്തു, ഇമെയിൽ ഗേറ്റ്വേ അതായത് ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഇമെയിൽ ഗേറ്റ്വേയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, നെറ്റ്വർക്ക് ഫയൽ ഷെയർസിലും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഡീലർ പോർട്ടൽ, അപ്പോൾ ഡീലറായിട്ട് കണക്ട് ചെയ്യുന്ന പോർട്ടലിൻ്റെ IT ഇൻഫ്രാസ്ട്രക്ചറിനെയും ഇതെല്ലാം എഫക്റ്റ് ചെയ്തിട്ട് അവരുടെ സൈബർ അറ്റാക്ക് വന്നിട്ട് അവരുടെ IT സിസ്റ്റംസും നെറ്റ്വർക്കും താറുമാറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ, ഒന്നാമത് ഈ ക്വാർട്ടർ ചിലപ്പോൾ ഈ JLRന് ഇപ്പോൾ ഈ പ്രൊഡക്ഷനൊക്കെ നിർത്തുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം സെയിൽസും റവന്യൂവും ഏർണിങ്സും കുറയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇപ്പോഴത്തെ റിസൾട്ട് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഒറ്റുനോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള. രണ്ടാമത് സൈബർ സെക്യൂരിറ്റിക്ക് ഗ്ലോബൽ സ്റ്റേജിൽ എന്താണ് ഇമ്പോർട്ടൻസ് എന്നുകൂടെ നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ന്യൂസ് പറഞ്ഞു എന്നുള്ള. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ വോളിയം ഷോക്കേഴ്സും കുറച്ച് പറഞ്ഞു എന്നുള്ള. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഞാൻ പറയുന്നത് നമ്മൾ 2-3 കാര്യം നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ വിഷ്ണുവോ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വയ്ക്കാം. നമ്മൾ നമ്മുടെ മൊബൈൽ ആപ്പിൽ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്തു. നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനാണ് എൻ്റെ അക്കൗണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെൽക്കം സൂരജ് നായർ
എന്ന് പറഞ്ഞാണ് അതിനെ നമ്മളെ വെൽക്കം ചെയ്യുന്നതിന്. അതായത് നമ്മളെ തുറക്കുമ്പോൾ തന്നെ നമ്മളെ അത് റിയലൈസ് ചെയ്യുന്നുള്ള. അതുമാത്രമല്ല, എനിക്കിഷ്ടമുള്ള കണ്ടൻറ്റ് ഞാൻ പകുതി കണ്ടുവച്ചത് എൻ്റെ ഒരു ജോണറൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഈ മൊബൈലിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുന്നത്. അതുമാത്രമല്ല, എൻ്റെ പ്രീമിയം അക്കൗണ്ട് ഏതുവരെയായി, എത്ര ദിവസം കൂടെ ബാക്കിയുണ്ട്, ഈ ബില്ലിംഗ് സിസ്റ്റം, ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. ആ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ യൂസ് ചെയ്ത് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആയി എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് എന്നുള്ളതാണ് കാതലായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്, ഇപ്പോൾ എയർടെൽ പോലെ ഒരു കമ്പനിക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ഒരു 5G നെറ്റ്വർക്ക് ഉണ്ടാക്കണം എന്ന് വയ്ക്കുക. ആ 5G നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ വേണം, അല്ലേ? അതുമാത്രമല്ല, ഈ ടവേഴ്സ് സിഗ്നലൊക്കെ മോണിറ്റർ ചെയ്ത് ഈ സോഫ്റ്റ്വെയർ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂൾസ് വേണം, അല്ലേ? പിന്നെ ഈ കസ്റ്റമർ കെയർ ചെയ്യാനായിട്ട് കുറേ ആപ്പുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ടെലികോം കമ്പനിക്ക് അവർക്ക് ഏതെങ്കിലും രാജ്യത്തിൽ പോയി ഒരു നെറ്റ്വർക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ ഹാർഡ്വെയർ, അതുകൂടാതെ ഫേംവേഴ്സ്, ടെലികോം എക്യുപ്മെൻറ്റ്സും കൂടാതെ തന്നെ ഒരു സോഫ്റ്റ്വെയർ അതിൻ്റെ പുറകിൽ ആവശ്യമുണ്ടെന്നുള്ള പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ 2 സിനാരിയോ ഞാൻ പറഞ്ഞു, ഇതിനകത്തൊക്കെ സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടെന്നുള്ള. മൂന്നാമത് നമുക്ക് നോക്കാം, ഇപ്പോൾ ഇറങ്ങുന്ന കാറുകൾ, അതിപ്പോൾ ഒരു പ്രീമിയം വണ്ടി മെഴ്സിഡീസ് ബെൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ മാനുഫാക്ചർ ആയിട്ടുള്ള മഹീന്ദ്ര ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ കാറിൽ ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഡാഷ്ബോർഡാണ്. ദ കാർ ഹാസ് ബിക്കം എൻ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ് റാദർ ദാൻ എ മെക്കാനിക്കൽ പ്രോഡക്റ്റ്, അല്ലേ? പണ്ടെന്നൊക്കെ പറഞ്ഞ കാർ എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പോൾ അതല്ല, ഇലക്ട്രോണിക് പ്രോഡക്റ്റാണ്. നിങ്ങളൊരു മൊബൈൽ ചാർജ് ചെയ്ത് വീട്ടിൽ നിന്ന് അതിനെ ഊരി എടുത്തുകൊണ്ട് വരും പോലെ തന്നെയാണ് കാറും. അതൊരു 4 വീലുള്ള ഒരു മൊബൈൽ പോലെയാണ് ഇപ്പോൾ കാറ് നിൽക്കുന്നതെന്നുള്ള. അപ്പോൾ ഇപ്പോഴത്തെ കാറുകളിൽ ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ഡാഷ്ബോർഡ് ഉണ്ട്, വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്, കണക്റ്റഡ് കാർ ആപ്സ് ഉണ്ട്. ഇതെല്ലാം ഇലക്ട്രോണിക്കായിട്ടും ഡിജിറ്റലായിട്ടും മാനേജ് ചെയ്യുന്നതിൻ്റെ പുറകിലും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ 3 സിനാരിയോ ആയി ഞാനൊരു സോഫ്റ്റ്വെയർ നമ്മുടെ റിയൽ ലൈഫിൽ പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ വേറൊരു പറയാം, നിത്യ ഉപയോഗമായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡ് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു UPI പേയ്മെൻറ്റ്, Paytm പോലെയുള്ള ഒരു പേയ്മെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ പുറകിലും ഈ വാലിഡേഷനും പേയ്മെൻറ്റൊക്കെ പ്രോസസ്സ് ചെയ്യാനും ഒരു ഗേറ്റ് വേ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇതിൻ്റെ പുറകിലും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, പണ്ട് ഇതൊരു പ്യുവർ വാനില സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് അനലിറ്റിക്സും ഇൻകോപ്പറേറ്റ് ഉണ്ട്, ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ഏജൻസും AI ടൂൾസും ഉൾപ്പെടുത്തി കുറച്ചുകൂടെ എഫിഷ്യൻറ്റും സ്മാർട്ടുമാക്കിയിട്ടാണ് ഇത് മുന്നോട്ട് പോകണമെന്നുള്ള. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സർവീസസ് ചെയ്യുന്ന, ഈ സോഫ്റ്റ്വെയർസ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ആ കമ്പനിയുടെ പേരാണ് ടെക് മഹീന്ദ്ര എന്നുള്ള. അപ്പോൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അല്ല, ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിനെ അവതരിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ടെക് മഹീന്ദ്ര ഒരു സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറയുന്നതാണ് എനിക്ക് എളുപ്പം. ബട്ട് ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ കൂടി ഞാൻ 2-3 എക്സാമ്പിൾ നിരത്തിയിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഏതാണ്ട് 1980s ടെക് മഹീന്ദ്രയുടെ ഗ്രൂപ്പിൽ സോഫ്റ്റ്വെയർ ഡിവിഷനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ആദ്യം ഇനിഷ്യലി കംപ്ലീറ്റ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെലികോം സോഫ്റ്റ്വെയർ ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഓവർ ദ ഇയേഴ്സ് അത് ഗ്രോ ചെയ്ത് ഒരു ഗ്ലോബൽ IT സർവീസസ് ജയൻ്റായി മാറി. ടെലികോം ഓപ്പറേറ്റേഴ്സിനെ സെർവ് ചെയ്യുന്നുണ്ട് അവർ, ബാങ്ക്, ഓട്ടോമൊബൈൽ കമ്പനീസ്, റീറ്റെയിലേഴ്സിന്, അതായത് പല സെക്ടറിലുള്ള ക്ലയൻസിനെ അവർ സെർവ് ചെയ്യുന്നു. ഏതാണ്ട് 90-ൽ പരം രാജ്യങ്ങളിൽ അവർക്ക് ഇൻവോൾവ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ AI ഡ്രിവൺ വേൾഡിൽ ടെക് മഹീന്ദ്ര എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഇവോൾവ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണെന്നുള്ള. അപ്പോൾ ഇതിന് ട്രിഗേഴ്സ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്നു. US മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണ്. അവിടെ റിസഷൻ വരുന്നില്ല എന്നുള്ള തീരുമാനമാവുന്നു. കോർപ്പറേറ്റുകൾ ഡിസ്ക്രിഷണറി സ്പെൻഡിങ് കുറയ്ക്കൂല എന്നുള്ള ഇൻഡിക്കേഷൻ കിട്ടി. കോർപ്പറേറ്റ് സ്പെൻഡിങ് കുറയും, ഡിസ്ക്രിഷണറി സ്പെൻഡിങ് കുറയുമെന്ന് വിചാരിച്ചാണ് ഇവിടെ IT താഴേക്ക് വന്നത്, അല്ലേ? ഇപ്പോൾ അതൊന്നുമില്ല. അതിൻ്റെ ചാൻസസ് ഒക്കെ റിമോട്ടായി. തിരിച്ച് കാര്യങ്ങൾ ബെറ്ററായിട്ട് US വരികയാണെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനീസിന് ഇവിടെ ബെനിഫിഷ്യലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ആദ്യത്തെ ഒരു ടെയിൽ വിൻഡാണ്. അതായത് ടെക് മഹീന്ദ്രയെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നിന്ന് ഇപ്പോൾ ഇൻഫോസിസിൻ്റെ ഒരു ബൈബാക്ക് കിടക്കുന്നു. കമ്പനി, അതായത് ഇൻഫോസിസ് കമ്പനിയുടെ ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് അണ്ടർ വാല്യൂഡ് ആണ്. നമ്മൾ 1000 ചില്ലാനും രൂപയേ ഉള്ളൂ നമ്മുടെ കമ്പനിയുടെ ഷെയർ പ്രൈസ്. 1800 രൂപയ്ക്ക് ഞങ്ങളത് ബൈബാക്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ദാറ്റ് എക്സ്യൂട്ട്സ് കോൺഫിഡൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു ടെയിൽ വിൻഡ് IT സെക്ടറിൽ നിൽക്കുന്നു, വിച്ച് ബോഡ്സ് വെൽ ഫോർ ടെക് മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിന് അത് ഫേവറബിൾ ആയിരിക്കും. രണ്ടാമത് ഇൻഫോസിസും TCSും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഓൺ കമ്പാരിറ്റീവ് ബേസിസ് വാല്യുവേഷൻ ഇത്തിരി ചീപ്പാണ് എന്നുള്ളത് ടെക് മഹീന്ദ്രയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ആണെന്നുള്ള. പിന്നെ നമുക്കറിയാലോ, സ്വാഭാവികമായിട്ട് ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനീസിൻ്റെ കൂടുതലും റവന്യൂ ഡോളറിലായതുകൊണ്ട്
appreciated dollars brings in more revenues to the company, which is also a good positive trigger for a company like Tech Mahindra എന്നുള്ളതാണ്. പിന്നെ ഈ മോഹിത് ജോഷി എന്ന് പറഞ്ഞൊരു പുതിയ CEO നമ്മുടെ ടെക് മഹീന്ദ്രയ്ക്ക് ചാർജ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിഷൻ, അതായത് 3 കൊല്ലത്തെ വിഷൻ, അതായത് 2027 കൂടി അദ്ദേഹം പറയുന്നത് വെച്ചാൽ മറ്റുള്ള കമ്പനിയെക്കാട്ടിലും ഹയർ ഇബിറ്റ മാർജിൻ, ഓപ്പറേറ്റിംഗ് മാർജിനിൽ ഗ്രോ ചെയ്യുക, 15%, 2027 ആകുമ്പോഴത്തേക്കും 15% ഓപ്പറേറ്റിംഗ് മാർജിനിൽ എത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റ്. രണ്ടാമത് എക്സിസ്റ്റിംഗ് ക്ലയൻസിൻ്റെ നിന്നുള്ള ബിസിനസ് ഡബിൾ ചെയ്യുക, അതായത് ടർബോ ചാർജ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അവരെ ലിസ്റ്റിലുള്ള 80 ബിഗ് ക്ലയൻസിനെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 80 ബിഗ് ക്ലയൻസിനെ ഇന്ന് ഇപ്പോൾ ഉള്ള ബിസിനസ് കാട്ടിലും കൂടുതൽ ഡബിൾ ബിസിനസ് കിട്ടുക എന്നുള്ളതാണ്. അതുപോലെ ജനറേറ്റീവ് AI പിന്നെ IP പ്ലാറ്റ്ഫോമും കൺസൾട്ടിങ്ങിലേക്ക് ഇറങ്ങി കൂടുതൽ ഹൈ മാർജിൻ ബിസിനസ്സിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കുക. അതായത് ഈ GCCs ഉണ്ട്. GCC എന്ന് പറഞ്ഞപ്പോൾ ഫോറിൻ കമ്പനി, ഇപ്പോൾ സിറ്റി ബാങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അവരുടെ തന്നെ സിറ്റി ബാങ്കിൻ്റെ സോഫ്റ്റ്വെയർ ഡിവിഷൻ ഇവിടെ ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ പൂനെയിലോ ബോംബെയിലോ ഉണ്ടാവും. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് സിറ്റി ബാങ്ക് തന്നെ ചെയ്യുന്നതാണ്. ബട്ട് ആ GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ ഓഫ് സിറ്റി ബാങ്ക് എന്ന് പറയുന്ന ഇന്ത്യൻ ഡിവിഷനെ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ രീതിയിൽ ടെക് മഹീന്ദ്ര ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഞാനൊരു സിറ്റി ബാങ്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞോളൂ. സിറ്റി ബാങ്ക് അവരുടെ ക്ലയൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗ്ലോബൽ സിറ്റി സെൻറ്റേഴ്സിൻ്റെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സിൻ്റെ BOT ബേസിസിൽ വർക്ക് ചെയ്യാനും ടെക് മഹീന്ദ്ര എക്വിപ്ഡ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ ടാലൻറ്റും ലീഡർഷിപ്പും ഒക്കെ ഒരു ഷഫ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കോസ്റ്റ് ഓപ്റ്റിമൈസേഷൻ, എഫിഷ്യൻസി കൂടെയൊക്കെ കമ്പനി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ FY25 റവന്യൂ എന്ന് പറഞ്ഞാൽ 52,988 crores ആണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,252 crore ആണ്. 1,519 ആയിരുന്നു ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് ക്യാപ്പ് 1,48,000 കോടി എന്നുള്ളതാണ്. ഡെപ്റ്റ് 471 കോടി ഉണ്ടെങ്കിലും അത് വളരെ നെഗ്ലിജിബിൾ, നിൽ ഡെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കമ്പനിയായ ടെക് മഹീന്ദ്രയാണ് നമ്മുടെ ഇന്ന് സ്പോട്ട്ലൈറ്റ് ബിസിനസ്. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല. ഞാൻ ശരിക്കും പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ബിസിനസ് എവിടെയൊക്കെയാണ് ടെക് മഹീന്ദ്ര അവരുടെ ആപ്ലിക്കേഷൻസ് കൊണ്ട് മറ്റുള്ള ക്ലയൻറ്റുകളെ സഹായിക്കുന്നത് എന്നുള്ള എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ടിലും ഇതേപോലെ ഒരു ടെയിൽ വിൻഡ് IT സെക്ടറിന് ഉള്ളതുകൊണ്ടും റിസഷൻ US അവോയ്ഡ് ചെയ്ത് കാരണം ITക്ക് ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു കണ്ടീഷനിൽ ഞാനൊരു ബിസിനസ് നിങ്ങളുടെ അക്കാഡമിക് പർപ്പസിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ നിർത്തി ഇതൊരു അഡ്വൈസോ ആയിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ അഡ്വൈസിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓട്ടോ വിഷ്ണു. അതായത് സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചതിന് ശേഷം, കൂടാതെ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് വളരെ ഒപ്പീനിയൻ തേടിയിട്ട് മാത്രം നടത്തുക. ഏതായാലും ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ അടുത്ത കുറച്ച് ഷോകൾ നമ്മൾ ഇന്നത്തെ ദിവസം തുടരുന്നതായിരിക്കും. ഏതായാലും അടുത്ത മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.